പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കളരിക്കൽ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിന് മുന്നിലാണ്. ഈ ക്ഷേത്രത്തിലെ മേടപ്പുര മഹോത്സവത്തിൻ്റെ നോട്ടീസ് പ്രകാശനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ചരിത്രം ഉറങ്ങുന്ന പുതുപ്പള്ളിയുടെ മണ്ണിൽ എള്ളുകാലായി സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാണ ക്ഷേത്രമാണ് പുതുപ്പള്ളി ശ്രീ കളരിക്കൽ ഭദ്രകാളി ദേവി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ മേടപ്പൂര മഹോത്സവവും കുംഭകുട ഘോഷയാത്രയും 2025 ഏപ്രിൽ 28 മുതൽ മെയ് 7 വരെ, മേടം 15 മുതൽ 24 വരെ തീയതികളിലാണ് നടക്കുന്നത്. കരുണാമയിയും ആശ്രിതവത്സലവുമായ ശ്രീ കളരിക്കലമ്മയുടെ തിരുസന്നിധിയിൽ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയും ഭജിക്കുകയും ചെയ്യുന്ന എല്ലാ ഭക്തർക്കും കളരിക്കലമ്മയുടെ സർവ്വവിധ ഐശ്വര്യങ്ങളും ചൊരിയുന്നു. തിരുവുത്സവകാലത്ത് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ പ്രഗത്ഭരായ കലാകാരന്മാരുടെ കലാപരിപാടികളും ദുർഗാദേവിയുടെ പ്രതിഷ്ഠാ ദിനമായ മെയ് 3 ശനിയാഴ്ച മഹാപ്രസാദമൂട്ടും നടത്തുന്നുണ്ട്. മെയ് 7 കളരിക്കൽ പൂരമാണ്. പൂരദിനത്തിൽ കുംഭകുട ഘോഷയാത്രയും ദേശതാലപ്പൊലിയും നടത്തുന്നതാണ്. എല്ലാ ദേവീഭക്തരും തിരുവുത്സവ ദിനങ്ങളിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ തന്ന് കളരിക്കൽ പൂരം ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ കളരിക്കലമ്മയുടെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ 2025 തിരുവുത്സവത്തിൻ്റെ നോട്ടീസ് പ്രകാശനമാണ് ഇന്ന് നടക്കുന്നത്. കളരിക്കൽ ക്ഷേത്രം പ്രസിഡന്റ് പ്രണവ് പ്രഭുവിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ ക്ഷേത്രം സെക്രട്ടറി വിഷ്ണു ബാബു സ്വാഗതം പറയുകയും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് കുര്യാക്കോസ് അവർകളിൽ നിന്ന് പുതുപ്പള്ളിയിലെ പ്രമുഖ വ്യവസായിയും പുതുപ്പള്ളി 148 നമ്പർ SNDP ശാഖായോഗം പ്രസിഡന്റുമായ ശ്രീ SKM ശശി അവർക്ക് തിരുവുത്സവത്തിൻ്റെ നോട്ടീസ് നൽകിക്കൊണ്ട് ആദ്യ പ്രകാശനം നിർവഹിക്കുന്നതുമാണ്. ഏപ്രിൽ 28 തിങ്കളാഴ്ചയാണ് ഒന്നാം ഉത്സവം ആരംഭിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായ തീയാട്ട് എന്ന ചടങ്ങ് നടക്കുന്നുണ്ട്. അത് മിക്ക ദിവസങ്ങളിലുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ കലാപരിപാടികൾ, ഗാനസന്ധ്യ, ക്ലാസിക്കൽ ഡാൻസ്, അതുപോലെ കൈകൊട്ടിക്കളി, കോൽക്കളി, ഭക്തിഗാനമേള, തിരുവാതിര, ഡാൻസ്, സംഗീതാർച്ചന, കരോക്കെ ഗാനമേള, ഹിഡുംബം പൂജ, അതുപോലെ മെയ് 7 ബുധനാഴ്ച രാവിലെ 5:30 എണ്ണക്കുട അഭിഷേകം, 8 മണിക്ക് കുംഭകുട ഘോഷയാത്ര, കുന്നേപ്പറമ്പ് വാഴക്കുളം ഗണപതി ക്ഷേത്രം എന്നീ പാട്ടമ്പലങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. 11 മണിക്ക് കുംഭകുട അഭിഷേകം, വൈകിട്ട് 5 മഹാദേശവിളക്ക് പുതുപ്പള്ളി തൃക്കോവിൽ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു. അതിനുശേഷം നാട്യാർച്ചന, അതിനുശേഷം ഫ്യൂഷൻ, താലപ്പൊലി, വലിയ തീയാട്ട് എന്നിവയാണ് ഈ ക്ഷേത്രത്തിലെ തിരുവുത്സവവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകൾ. കളരിക്കലമ്മയുടെ പൊൻതിടമ്പേറ്റുന്നത് ഗജരാജൻ വേമ്പനാട് മഹാദേവനാണ്. 2025 മെയ് 9 വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് 8:20 വലിയ ഗുരുതി നടക്കുന്നുണ്ട്. കളരിക്കൽ ക്ഷേത്രത്തിന്റെ തന്ത്രി അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടാണ്. ക്ഷേത്രത്തിന്റെ മേൽശാന്തി ഹരികുമാർ വടക്കേമഠമാണ്. വീഴ്ചകളെ ഒക്കെ മാറ്റി പുതിയ ചൈതന്യത്തോടുകൂടെ നാടിൻ്റെ ഐശ്വര്യത്തിനായി നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അത് വളരെ സന്തോഷകരമാണ്. അതിൻ്റെ ഭാഗമായി കളരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ കാലങ്ങളായി വളരെ ആത്മീയമായും ഭൗതികമായും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇതിൻ്റെ വളരെ സന്തോഷകരമായ കാര്യം, ഇതിൻ്റെ മിക്കവാറും കമ്മിറ്റി അംഗങ്ങളെല്ലാം വളരെ ചെറുപ്പക്കാരായ ആൾക്കാരാണ്. മറ്റൊക്കെ വിഭിന്നമായി, കാരണം സാധാരണ നമ്മുടെ ആരാധനാലയങ്ങളിലൊക്കെ അതിൻ്റെ കമ്മിറ്റിക്കാരെന്നൊക്കെ പറയുന്നത് നല്ല പ്രായം കൂടിയ ആൾക്കാരാണ്. ഇതിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ചെറുപ്പക്കാരായ ടീം തന്നെ ഇതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് വരും. നിങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളൊക്കെ നിങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നാടിനും ഐശ്വര്യം സമ്പൂർണ്ണമാകുന്നതിനുള്ള പ്രവൃത്തിയിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന
കളരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ എല്ലാ ഭക്തരെയും എല്ലാ ആശംസകളും സന്തോഷവും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ നോട്ടീസിൻ്റെ പ്രകാശന കർമ്മം ദേവിയുടെ അനുഗ്രഹത്തോടും നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടും കൂടെ ഔപചാരികമായി നിർവഹിക്കുകയാണ്. അതിൻ്റെ പ്രകാശനം ഏറ്റുവാങ്ങുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട ശശി അവറുകൾ അത് ഏറ്റുവാങ്ങുന്നു. തുടർന്ന് ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരിയും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് മെമ്പറുമായ ജിനുവി കുമാർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. കാണുന്ന എനിക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. കാരണം പട്ടിത്താനത്തുനിന്നും കാണക്കാരിൽ നിന്നൊക്കെ വന്ന ഇവിടെ അവരുടെ കാര്യങ്ങളിലാണ് പിള്ളേർ രണ്ടുപേര് പഠിച്ചു കഴിഞ്ഞ് ജോലിയില്ലാതെ നിന്നപ്പോൾ അവരിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവർക്കുള്ള അനുഗ്രഹം അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ തന്നെ ഉണ്ട്. ഇതിൻ്റെ വിഷയകാര്യങ്ങൾ നമുക്ക് ഭഗവതിക്കോ അല്ല ദൈവങ്ങൾക്കോ ഇവിടെ എന്ത് കൊടുത്താലും അതിൻ്റെ 10 ഇരട്ടി അല്ല 100 ഇരട്ടി നമ്മൾ കൊണ്ട് നേടാൻ നിൽക്കുന്നുള്ള ഒരു ഉദാഹരണം അതങ്ങനെ പോരുന്നൊരു കാലഘട്ടമാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കും എല്ലാം നല്ല കുഞ്ഞുങ്ങൾക്കുണ്ടാകും പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന പ്രിയങ്കനായ വൈസ് പ്രസിഡന്റ് ഏറെയേറെ ഒരുപാട് നന്ദി പറയുന്നു. നമ്മുടെ ഈ ചടങ്ങിൽ അദ്ദേഹം വരാൻ കാണിച്ച മനസ്സിന് ഈയിടെ രണ്ടുപേർക്ക് വായിക്കാൻ എനിക്ക് ഒക്കത്തില്ല. തിരുമേനി ഇവിടെ എത്തിച്ചേർന്ന ഈ ക്ഷേത്രത്തിൽ നിന്ന് മാറ്റം, അതായത് സാധാരണക്കാരൻ്റെ പേര് മറ്റു ചെറുപ്പം ഇല്ലാതെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്ന പുതുപ്പള്ളിയിലെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രമോദ് കുര്യാക്കോസ്, അതുപോലെ തന്നെ നോട്ടീസ് പ്രകാശനം ഏറ്റുവാങ്ങിയ ശശിയേട്ടൻ, യോഗ നടപടികളുടെ അവസാനം ശ്രീ മുരളിച്ചേട്ടൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി സംസാരിച്ചു. തുടർന്ന് യോഗ നടപടികൾ അവസാനിച്ചു. ശ്രീ പ്രമോദ് കുര്യാക്കോസും അതുപോലെ തന്നെ അത് നോട്ടീസ് ഏറ്റുവാങ്ങി